ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർസിന്റെ വിധി വരാൻ വെറും 30 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ പാവങ്ങൾ പ്രാർത്ഥനയിലും എന്താണ് വ്രതത്തിലും ഒക്കെയാണ് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ ഈ മണി ചെയിൻ്റെ നടുക്കണ്ടം തുന്നവരായ ജിനില്, ഫിജീഷ് അല്ലെങ്കിൽ സമീർ ആൾത്തര, അതേപോലെ തന്നെ അമ്പിളി എബ്രഹാം എന്നിവർ പുതിയൊരു തട്ടിപ്പ് വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും വീഡിയോകളും ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിനിലിനെ പറയാതെ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. 800-ലധികം ദിവസങ്ങളിൽ രാവിലെ വിജയമന്ത്ര എന്ന് പറഞ്ഞ പരിപാടി നടത്തി പാവങ്ങളെ പറ്റിച്ച, ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിച്ച ഒരുത്തനാണ് ജിനിൽ ജോസഫ്, കണ്ണൂർക്കാരനായ ജിനിൽ ജോസഫ്. അദ്ദേഹം ഈ ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടതിന് ശേഷം സെല്ലേഴ്സ് കാർട്ടിൽ ചേർന്നു. അതിനുശേഷം സ്വിഫ്റ്റ് ഡിഫിയിൽ ചേർന്നു. അങ്ങനെ പല പല തട്ടിപ്പുകളിലും അതിൽ നിന്ന് വേറെ പുതിയൊരു ക്രിപ്റ്റോ തട്ടിപ്പിലേക്ക് പോയി. ഇപ്പോൾ അവസാനം ചെന്നെത്തിയിരിക്കുന്നത് ഗ്രാവിറ്റി മെറ്റ എന്ന് പറയുന്ന സ്വന്തം പ്ലാറ്റ്ഫോമിലെ എല്ലാമായി നടത്തിക്കൊണ്ടുപോവാണ്. ഇവർ മാഹിയിലെ ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് പക്ക മണി ചെയിൻ ആണെന്ന് ഇവർ സമ്മതിക്കുന്ന ഒന്നും കൂടി തന്നെയാണ്. അതിൽ 2 രീതിയിലാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ക്രിപ്റ്റോ ബേസ്ഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് പൂളിംഗും ഉണ്ട്, ലെവലിംഗും ഉണ്ട്, റാങ്കിങ്ങും ഉണ്ട്. ആർക്കെങ്കിലും പൂളിംഗത്തിന് കാത്തു നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ പുതിയൊരു മണി ചെയിൻ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂളിംഗം ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. ആഴ്ചയിൽ 5 ദിവസമാണ് ഇതിൻ്റെ റിട്ടേൺ, 1% റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ വെറും 800 രൂപയുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു പുതിയൊരു തട്ടിപ്പാണ് ഈ ഒരു ഗ്രാവിറ്റി മെറ്റ എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ, നെഗറ്റീവ് ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ പ്രാഗിക്കൊണ്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കുറച്ച് അടുത്ത ജില്ലയിൽ, നമ്മുടെ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഇവർ വലിയൊരു പാർട്ടി തന്നെ സംഘടിപ്പിച്ചു. പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട്, കലാപരിപാടികളൊക്കെ ആയിട്ടുള്ള പരിപാടികൾ ഇവർ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഈ ഹൈറച്ചിൽ പണം നിക്ഷേപിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയ ആൾക്കാർ ഇതുമായിട്ട് ചില ആൾക്കാരൊക്കെ പ്രതികരിച്ചതായിട്ടും കാണുന്നുണ്ട്. പക്ഷേങ്കിൽ യാതൊരു കാര്യമില്ല. നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ഒതുക്കിയാൽ ഇവരൊക്കെ ഇങ്ങനെ പുതിയ തട്ടിപ്പിൽ നിന്ന് വേറൊരു തട്ടിപ്പിലേക്ക് മാറി മാറി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെ പണം നഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ശക്തമായ പ്രതികരണം വാട്സപ്പിൽ മാത്രം ഒതുക്കുകയും ചെയ്യും. അത് തുടരുകയും ചെയ്യും. ഒരു കാര്യമില്ല. ഇവരെ പോലെയുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ നിങ്ങൾക്കോ ഇനി ചതിക്കപ്പെടുന്നവർക്കോ നീതി കിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈ.